അഡ്വക്കേറ്റ് വി ജെ മാത്യു, ശ്രീ ഏലിയാസ് ജോൺ പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ ചർച്ചയിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു കരാർ ലംഘനമേ ഉണ്ടായിട്ടില്ല എന്ന്. അങ്ങേക്ക് ഈ സമയത്ത് അങ്ങയുടെ അഭിപ്രായം ഇതിൽ വ്യക്തമാക്കാം. കേൾക്കാം കേൾക്കാം. ഏലിയാസ് ജോൺ മുതിർന്ന പഴയ മാധ്യമപ്രവർത്തകനാണ്, ചെയ്തതാണ്. ഇദ്ദേഹം കഴിഞ്ഞ ഈ വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്തത് 2024 അതിനുശേഷം താങ്കൾ പറയുന്ന പോലെ എത്ര ലക്ഷം ആളുകൾക്ക് ജോലി കിട്ടി, എത്ര ലക്ഷം കണ്ടെയ്നറുകൾ അവിടെ വന്നു, അതിലെത്ര MT ഉണ്ട്, അതിലെത്ര ലേഡൻ കാർഗോ ഉണ്ട്, അതിലൊന്നും കണക്കില്ല. ഇത്രയും നാൾ MS-യുടെ കപ്പലും MS-യുടെ കണ്ടെയ്നറല്ലേ വന്നത്, ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ MS-യുടെ കൂടുതൽ ജാതകത്തിലേക്ക് പോകുന്നില്ല. ഇനിയും ഇപ്പോൾ ഏലിയാസ് ജോൺ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കാരണം ഇത് ഗവൺമെൻറ് ഓഫ് കേരളയും അഡാനി വിഴിഞ്ഞം പ്രൈവറ്റ് പോർട്ട് ലിമിറ്റഡ് AVPPL അവരാണ് കൺസെഷണർ. അതൊരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രൈവറ്റ് ലിമിറ്റഡ് ആണത്. ഓക്കെ, ഇതിനകത്ത് സെബിക്കൊരു റോളുമില്ല. കാരണം ഈ നമ്മുടെ കൺസെഷൻ എഗ്രിമെൻറ്റിൽ സെബിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. സെബിയുടെ കാര്യം ആകെ പറയുന്നത് ഈ കൺസെഷൻ എഗ്രിമെൻറ്റിൻ്റെ ഡെഫിനിഷനിൽ അക്വയറർ എന്നതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ റെഗുലേഷൻ 21A ഓഫ് സെബി ഫാറ്റ് റെഗുലേഷൻ 2021 അതാണ് അയാൾക്ക് പറയുന്നത്. ഇതിനകത്തിപ്പോൾ ഉണ്ടായേക്കുന്നത്, മുൻപ് പറഞ്ഞവരെ എൻ്റെ ഇയർഫോൺ അത്ര ശരിയല്ല, നേരത്തെ അധികം കേട്ടില്ല. ഈ ക്ലോസ് 531 പ്രകാരം സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ തർക്കമില്ല, മുഖ്യമന്ത്രിക്കും തർക്കമില്ല. 532 അനുസരിച്ച് 25% അതിൽ കൂടുതലോ അക്വയർ ചെയ്താൽ കൺസെഷൻ ഒരു ചേഞ്ച് ഇൻ ഓണർഷിപ്പായിട്ട് മാറും. ഏലിയാസ് ജോൺ തെറ്റിദ്ധരിച്ച പോലെ ഈ മൊത്തം സർക്കാരിൻ്റെ ഉൾപ്പെടെ സർക്കാരിനകത്ത് ഷെയർ ഇല്ല, അതാദ്യം മനസ്സിലാക്കുക. സർക്കാർ കൺസെഷൻ അഗ്രിമെൻറ്റ് പ്രകാരം ഇതിൻ്റെ ഓണറാണ്. ലാൻഡും ഇതെല്ലാം സർക്കാരിൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്. ഇവർ വിൽക്കാൻ പോകുന്നത് നമ്മുടെ പോർട്ട് ആകത്തുകയല്ല വിൽക്കുന്നത്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അഡാനിക്ക് കൊടുത്തിട്ടുള്ള കൺസെഷൻ അഗ്രിമെൻറ്റ് പ്രകാരമുള്ള ആ അധികാരം, അതാണ് അവർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ 49% വിൽക്കുമ്പോഴാണ് ഈ 532 ക്ലോസ് അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് പറയുന്നത് ഒന്ന് കേട്ടോളൂ. ആൻഡ് കനോട്ട് ടേക്ക് any acquisition of 25% or more or control over the board of directors of concession constitute a change of ownership and cannot take effect without prior approval of the authority state which is to be granted. അത് 25 താഴെ ആണെങ്കിലോ മുകളിലാണെങ്കിലോ which is to be granted solely from the perspective of national security and public interest. അതെന്താ ആരും ശ്രദ്ധിക്കാത്തത്? ഇതുകൊണ്ട് എന്താ പബ്ലിക്, ഇത് ആർക്കതിൻ്റെ ഗുണം? ഈ അക്വിസിഷൻ കൊണ്ട് ഗുണം ആകെ ഉള്ളത് MSCക്ക് മാത്രമാണ്. ഇപ്പോൾ തന്നെ 35,000 കണ്ടെയ്നർ സ്റ്റാക്ക് ചെയ്യാനുള്ള ഈ യാർഡിൽ അത് MSCയുടെ കണ്ടെയ്നർ കൊണ്ട് ഓവർഫ്ലോ ചെയ്തിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ വേറൊരു കപ്പലിന് വരാൻ സാധ്യതയില്ല. 850 മീറ്ററുള്ള ഇപ്പോഴത്തെ ബർത്തിൽ ഏലിയാസ് ജോൺ പറയുന്നത് കേട്ടു 2 കപ്പൽ. തെറ്റാണ്. 2 മദർഷിപ്പിന് വരാം, 3 നോർമൽ സാധാരണ കപ്പലുകൾക്ക് വരാം. വീണ്ടും വരുന്ന MSCയുടെ കണ്ടെയ്നറുകളാണ്. അപ്പൊ അതുകൊണ്ടാണ് മറ്റു കപ്പലുകൾ വരാത്തതും അവരെ പ്രൊമോട്ട് ചെയ്യാത്തതും. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു. ശരി, 2 മദർ വെസലിന് പറ്റില്ല സാറേ. ഞാൻ പറഞ്ഞോട്ടെ. ഏലിയാസ് കുറെ നേരം അല്ല, 2 മദർ വെസലിന് പറ്റില്ല. ഒരു മദർ വെസലും 2 ഫീഡർ വെസലും, ഒരു മദർ വെസലും 2 ഫീഡർ വെസലും, അത്രയും പരിമിതിയുണ്ട് നമ്മുടെ. അല്ല, ഞാൻ പറഞ്ഞ ആദ്യം 2 മദർ വെസൽ. മാരിടൈം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ടിവി വോളിയം മ്യൂട്ട് ചെയ്തോളൂ. ഇതിനകത്ത് ഞാൻ നിങ്ങളുടെ ഷെയറിലേക്ക് ഒന്നും കിടക്കുന്നില്ല. എൻ്റെ ഇതുള്ളൂ നാഷണൽ സെക്യൂരിറ്റി. അല്ല, അത് പറഞ്ഞോ. നാഷണൽ സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഇൻട്രസ്റ്റ്. മുന്ദ്ര പോർട്ടും എന്നൂർ പോർട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ കപ്പലുകളും അവിടെ വരുന്നുണ്ട്.
എന്തുകൊണ്ട് ഈ 2 വർഷമായിട്ട് ഇവിടെ വേറെ കപ്പൽ വന്നില്ല? ഇപ്പം MSCക്ക് ഷെയർ കൊടുത്തുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? പറ എലിയാസ് ജോൺ, പറ. എന്ത് ബെനിഫിറ്റാണ് വല്ലാർപാടം വിഴിഞ്ഞ പോർട്ടിലേക്ക് വരാൻ പോകുന്നത്? ശരി, അങ്ങ് കണ്ടെയ്നർ കൂടുതൽ വരും, കപ്പലുകൾ കൂടുതൽ വരും. സമ്മതിച്ചാൽ ഞാൻ പറയാം. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അല്ല, ഇത് കഴിയട്ടെ. ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 25% അബവ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സർക്കാർ ഇപ്പോൾ കൊടുത്തു എന്ന് വെച്ചോ, അപ്പോഴും സോൺലി ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി. ഈ MSCയുടെ നാഷണൽ സെക്യൂരിറ്റി ഇതാകുന്ന അതിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് അറിയാമോ എലിയാസ് ജോണിന്? നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഹലോ, ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് ട്രാഫിക്കിംഗ് നടത്തിയ പോർട്ട് ഏതാണ്? പോർട്ടിൽ ആരുടെ കപ്പലിലാണ് വന്നത്? ഞാനതൊന്നും പറയുന്നില്ല. എന്താ സാധനം, എത്ര കോടിയാണെന്ന് പറയും. പിന്നെ ജൂൺ 17, 2019 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ് വന്ന MSC ഗൈന എന്ന കപ്പൽ 1 ബില്യൺ വാല്യൂ ഉള്ള കൊക്കെയിൻ. ദെൻ ഇത് ഹൈ സീസിലാണ് ലോഡ് ചെയ്യുന്നത്. അവരുടെ ഇൻവെസ്റ്റിഗേഷനാണിത്. പിന്നീട് ഇറ്റലിയിൽ ഫെബ്രുവരി 2022 അഗെയിൻ 34 മില്യൺ യൂറോയുടെ MSC അഡലൈഡ് എന്ന കപ്പലിലാണ് ഇൻ്റർനാഷണലി. എങ്ങനെയാണ് ഈ ഒരു കപ്പൽ കമ്പനിയിൽ മാത്രം ഈ ഡ്രഗ് വന്ന് കയറുന്നത്? അടുത്തത് ഓസ്ട്രേലിയയിൽ മാർച്ച് 2021 ഓപ്പറേഷൻ പോയിൽറ്റേഴ്സ് എന്നതിൻ്റെ പേര്. അതിനകത്ത് MSC ജോന എന്ന കപ്പലിലാണ് $90 മില്യൺ ഡ്രഗ് വന്നത്. ഇതെല്ലാം അറ്റ് സീ ട്രാൻസ്ഫറാണ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യം കേന്ദ്ര സർക്കാരാണെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരാണെങ്കിലും പരിശോധിക്കണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ ഭാഷ എൻ്റെ ടേക്ക്. നമ്പർ 2, അല്ല കേക്ക്, വേറൊരു കാര്യം. ഇപ്പം നേരത്തെ പറഞ്ഞു മാരിടൈം ബോർഡിന് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് ഒരു അവസരമാണ്. സംസ്ഥാന സർക്കാരിന് ഇന്ത്യൻ പോർട്ട് ആക്ട്, കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ ആക്ടാണ്. അതിൻ്റെ സെക്ഷൻ 13 ഉം 15 അനുസരിച്ച് എല്ലാ പോർട്ടിലും, ഇപ്പം നമ്മുടെ കൊച്ചി പോർട്ടിൽ വല്ലാർപാടം ടെർമിനൽ വന്നു, DP വേൾഡിൻ്റെ ദുബായ് പോർട്സിൻ്റെ. അതിൻ്റെ കൺസർവേറ്ററും ഹാർബർ മാസ്റ്ററും പൈലറ്റ്സും ട്രാഫിക് മാനേജറും പോർട്ട് അതോറിറ്റിയുടെയാണ്. അതിൻ്റെ വരുമാനവും പോർട്ടിനാണ്. DP വേൾഡിന് കിട്ടുന്നത് ടെർമിനൽ ഹാൻഡ്ലിംഗ് ചാർജസും ഗ്രൗണ്ട് റൺ ചാർജസുമാണ്. പോർട്ട് ഡ്യൂസും ഈ പറഞ്ഞ ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്ന ഈ ഉദ്യോഗസ്ഥരെ എല്ലാം അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന പ്രൈവറ്റ് പാർട്ടീസിനെ അപ്പോയിൻറ്റ് ചെയ്തേക്കാണ് വിഴിഞ്ഞം പോർട്ടിൽ. സർക്കാരിൻ്റെ ആരുമില്ല. ഈ ഇന്ത്യൻ പോർട്സ് ആക്ട് പ്രകാരം മാരിടൈം ബോർഡിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. സ്റ്റേറ്റ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. മാരിടൈം ബോർഡ് ഗുജറാത്തിലെ മുന്ദ്ര മറ്റേ കാൻല എല്ലാം വന്നേക്കുന്നത് ഗുജറാത്ത് മാരിടൈം ബോർഡാണ്. ഏറ്റവും ലാഭത്തിൽ ഇന്ത്യ നടക്കുന്ന മാരിടൈം ബോർഡാണ്. അവിടെ മാരിടൈം ബോർഡ് നമ്മൾ ഇവിടുത്തെ മാരിടൈം ബോർഡുമായിട്ട് കമ്പയർ ചെയ്യരുത്. അവിടെ കടലിൽ മത്സ്യം തിളയ്ക്കുന്ന പോലെയാണ് അവിടെ കപ്പലുകൾ വരുന്നത്. മാരിടൈം ബോർഡ് എത്ര പ്രോഫിറ്റായിട്ട് നടക്കുന്ന സാധനമാണ്. അപ്പോൾ ഇത് അവസരം കണ്ട പുതിയ സർക്കാർ ഇതിൻ്റെ അധികാരം അത് ഏറ്റെടുക്കണം. നമുക്ക് ഇന്ത്യൻ പോർട്ട് ആക്ട് തന്നിട്ടുള്ള അധികാരം പ്രകാരം ഹാർബർ മാസ്റ്ററെയും കൺസർവേറ്ററെയും മറ്റു ഉദ്യോഗസ്ഥരെയും പൈലറ്റിനെയും നമ്മൾ സർക്കാർ ഏറ്റെടുക്കണം. പോർട്ട് ഡ്യൂസ് ഇപ്പം ഞാൻ അവസാനം പറഞ്ഞു, ഒരു സെമിനാർ പങ്കെടുത്തപ്പോൾ 2-3 മാസം മുമ്പ് 48 കോടി അരിയസ് ഉണ്ട്. അതും വാങ്ങിയെടുക്കണം. അതാണ് എങ്കിൽ മാത്രമേ സംസ്ഥാന സർക്കാരിന് അവിടെ വരുന്ന കപ്പലുകൾ ഇപ്പോൾ MSCക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരു നാവിഗേഷണൽ കൺട്രോൾ വേണമെങ്കിൽ ഇത് ചെയ്യണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.